JT വിഷനിലേക്ക് സ്വാഗതം. ഇതാണ് കുളം. നമ്മൾ കുളത്തിലേക്ക് ഒരുപാട് മരങ്ങളും പൊന്തകളൊക്കെ ആയിട്ട് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വെട്ടി നമുക്ക് ക്ലിയർ ആക്കണം. ഇപ്പം കുളം വൃത്തിയാക്കണ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡും അവരുടെ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ടാണ് വൃത്തിയാക്കുന്നത്. വെട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളും പൊന്തകളൊക്കെ രണ്ടുപേർ കൂടിയിട്ട് പറമ്പിൻ്റെ മറ്റൊരു മൂലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെ ചെറിയ പൊന്തകളൊക്കെ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വെട്ടാനുള്ളത് വലിയ മരങ്ങളാണ്. രാവിലെ 4 പേരും കൂടി തുടങ്ങിയ പരിപാടിയാണ്. ഇതുവരെ കുളത്തിൻ്റെ പകുതി പോലും ആയിട്ടില്ല. ഭർത്താവും കൂട്ടുകാരും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഉച്ചയോട് അടുത്ത് വരുന്നു. ചിലപ്പോൾ നമുക്കൊരു മരം വെട്ടേരിനെ ആശ്രയിക്കേണ്ടി വരും. സൺഡേ ആയതുകൊണ്ട് മരം വെട്ടേരെ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭർത്താവിൻ്റെ സുഹൃത്ത് വഴി ഒരാളെ കിട്ടി. ഈ കാര്യങ്ങളൊക്കെ സ്പീഡാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് കുളം വേണ്ട പോലെ വൃത്തിയാക്കാത്തതുകൊണ്ടാണ് ഇപ്പം ചെറിയ മരങ്ങളൊക്കെ ഇത്രയും വലുതായി പോയത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഭർത്താവും സുഹൃത്തുക്കളും അതുപോലെ മരം വെട്ടുകാരനും കൂടി കുളത്തിൻ്റെ പകുതി ഭാഗത്തോളം വൃത്തിയാക്കി. ഇപ്പോൾ 2ാം ദിവസമായിട്ടുള്ളപ്പോൾ ഇന്ന് ഞങ്ങൾ 2 പേരെ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കൊക്കെ വരുന്ന സെൽവനും ഗണേശനുമാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇന്നത്തോടെ മുഴുവനായിട്ട് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് തന്നെ കുളത്തിൻ്റെ പണി തീർക്കാനുള്ള പരിശ്രമത്തിലാണ് ശെൽവനും ഗണേശനും.
കുളത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഈ പൊന്തകൾ കൂടി വെട്ടി വൃത്തിയാക്കിയാൽ ഏകദേശം ജോലി തീർന്നു. കാടൊക്കെ വെട്ടി മാറ്റിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. കുളത്തിലേക്ക് വീണ് കിടക്കുന്ന ഒരു വലിയ മരം. കാടൊക്കെ പിടിച്ച് കിടന്നത് കാരണം മുമ്പ് ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ നമ്മൾ കാണുന്ന ഈ ഭാഗം അത്രയും ഞങ്ങളിപ്പോൾ വെട്ടി വൃത്തിയാക്കിയതാണ്. ഇത് ഭർത്താവിൻ്റെ സുഹൃത്താണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഫ്രീ കിട്ടിയപ്പോൾ ആള് മാറിയിരുന്ന് ഫോണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും കാണൂല എന്ന് വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ കണ്ടു. കുളത്തിൽ പ്ലാസ്റ്റിക്കായിട്ടും കുപ്പികളായിട്ടും ഒരുപാട് വേസ്റ്റുകളുണ്ട്. അതൊക്കെ പെറുക്കിയെടുക്കലാണ് അടുത്ത ജോലി. ചുറ്റുമുള്ള കച്ചറകളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി കുളത്തിലാണ് ബാക്കിയുള്ള ജോലികൾ. ഇപ്പോഴാണ് ആളെ ഫ്രെയിമിൽ കിട്ടിയത്. ഇതുവരെ വീഡിയോ എടുക്കലായിരുന്നു പണി. ഇപ്പം കുളം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനി മീൻ വാങ്ങിക്കൊണ്ടുവരലാണ് അടുത്ത